എൻ്റെ പ്രിയപ്പെട്ട മലയാളികളെന്നോ കേരളീയരെന്നോ സഹോദരി സഹോദരന്മാരെന്നോ പ്രിയപ്പെട്ടവരെന്നോ എങ്ങനെ സംബോധന ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എനിക്കങ്ങോട്ട് സ്പെസിഫൈ ചെയ്യാൻ പാടാം. അവരവർക്ക് ഇഷ്ടമുള്ള സംബോധന അവരവർ സ്വീകരിച്ച് നിങ്ങളെ തന്നെ ധന്യരാക്കുകയും ആ ധന്യത എനിക്ക് ലഭിക്കുകയും ചെയ്യുവാൻ ഇടയാകട്ടെ. ലോകത്തിലെ ഒരു രാജ്യത്തിനും ഒരു പ്രദേശത്തിനും ഒരു ജനതയ്ക്കും കിട്ടാത്തൊരു ഭാഗ്യമാണ് മലയാളികളായ നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത്. മലയാള നാട് അഥവാ കേരളം ജനിക്കുന്നതിന് മുമ്പ് തന്നെ കേരളത്തിൻ്റെ ഒരു മിനിയേച്ചറെന്നോ ഡെമ്മിയെന്നോ ഭൂപ്രദേശമെന്നോ എന്ത് വേണമെന്ന് വിളിച്ചു, അവിടെ ഒരു വാഴ്ചയുണ്ടായിരുന്നു, അല്ല ജനതകളുണ്ടായിരുന്നു. ആ ജനതകൾ ഒരു പ്രത്യേക നിലവാരത്തിലേക്ക് ഉയർന്നു. അവിടെ കള്ളനില്ല, കള്ളിയില്ല, കള്ളമില്ല, ചതിവില്ല, വഞ്ചനയില്ല, ചെറിയവനില്ല, വലിയവനില്ല, പാമരനില്ല, പണ്ഡിതനില്ല. ഇതുപോലെ ഒത്തിരി എനിക്ക് പറയാൻ കാണും, നിങ്ങൾക്കും കാണും. ഇതൊന്നുമില്ലാതെ സർവരും സോദരത്വേന വാണിരുന്ന ഒരു ജനസമുച്ചയത്തിൻ്റെ നാട്. ആ നാട്ടിൽ ജനം അത്രയും ലെവലിലേക്ക് ഉയർന്നു കഴിഞ്ഞപ്പോൾ ഒരു വലിയ സത്യം ഈശ്വരൻ വെളിപ്പെടുത്തുകയാണ്. ഈശ്വരൻ തന്നെ അവതാരം എടുത്ത് വന്ന് ആ നാട്ടിൻ്റെ രാജാവിനെ ചവിട്ടിത്താഴ്ത്തി, അഥവാ രാജാവിനെ എടുത്തുകൊണ്ട് പോയി, അഥവാ രാജാവിനെ ആ നാട്ടിൽ നിന്നും നിഷ്കാസനം ചെയ്തു. ഇത് എത്ര വലിയൊരു തത്വമാണ് നമുക്ക് തരുന്നതെന്നറിയാമോ? നമ്മൾ പരസ്പരം സ്നേഹിക്കുകയും സഹായിക്കുകയും ഏകോദര സഹോദരങ്ങളെപ്പോലെ സമത്വഭാവനയോടുകൂടി കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ അവിടെ രാജാവിനും ഭരണത്തിനും പ്രസക്തിയില്ല, അവിടെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് പ്രസക്തിയില്ല. അവിടെ എല്ലാം നീതിയും ന്യായവും. അവിടെ ഒരു വ്യവസ്ഥയുടെ കാര്യമില്ല. വ്യവസ്ഥയ്ക്കും അപ്പുറമായിട്ടൊരു ജനത ഉയരുമ്പോൾ ഈശ്വരൻ വന്ന് ആ രാജ്യത്വം അവിടെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് അതിനെ അവിടെ നിന്ന് നിഷ്കാസനം ചെയ്യുകയാണ്. ആ സമയത്തും ഒരാഗ്രഹം ആ രാജാവിന് തോന്നുകയാണ്, ഇങ്ങനെ ജീവിക്കുന്ന ജനതയെ വർഷത്തിലൊരിക്കൽ ഞാൻ വന്നൊന്ന് കണ്ടോട്ടെ. അതായത് അത് ജനതയുടെ ആവശ്യം എന്നുള്ളതല്ല, എൻ്റെ ആവശ്യമാണ്. അങ്ങനെയുള്ള ആ ഒരു വ്യവസ്ഥിതി നിലനിൽക്കുന്ന കാണുമ്പോൾ ഒന്ന് നിർവൃതി അടയാൻ, അതിന് ഞാൻ എല്ലാ വർഷവും ഒന്ന് വന്നോട്ടെ, അതിനൊരു അനുവാദം തരണം. അപ്പം ഭഗവാൻ അതിനുള്ള അനുവാദം കൊടുത്തു. നീ എല്ലാ വർഷവും ഇത്രാം തീയതി ഇന്ന മാസം നിനക്ക് വന്ന് കാണാം. അങ്ങനെ ഒന്ന് കണ്ട് ഏതാണ്ട് 3000 വർഷത്തോടടുത്തപ്പോഴാണ് ഭഗവാൻ വീണ്ടും ലോകത്തിൽ വന്ന് മഴുവെറിഞ്ഞ് ഈ കേരളം ഉണ്ടാക്കിയത്. മഴുവെറിഞ്ഞ് കേരളം ഉണ്ടാക്കിയപ്പോൾ അതിന് മുമ്പ് ഒരു വലിയ എക്സ്പീരിയൻസ് നമുക്ക് തന്നു ഈശ്വരൻ. ആ എക്സ്പീരിയൻസിൻ്റെ ഫലം കൂടെയും ആ തലമുറകളുടെ ഭാഗ്യവും കൈമാറ്റവും ഒക്കെ ഒട്ടും നഷ്ടപ്പെട്ടില്ലെന്ന് പറയാനൊക്കത്തില്ലെങ്കിലും ചെറിയ വിഭാഗങ്ങളും നഷ്ടപ്പെടാതിരിക്കുന്നതുകൊണ്ടാണ് ഇവിടെ ഇന്ന് നമുക്ക് കാണുന്ന ചില ഇസങ്ങൾക്കും ഒരു രീതിയിലല്ലേ മറ്റൊരു രീതിയിൽ നിലനിൽപ്പുള്ളതും ആ ഇസം വെച്ച് ജീവിക്കുന്നവർക്ക് ഒരത്താണിയാവുന്നതും അത് കഴിഞ്ഞ് ജനത്തിൻ്റെ ആ ലെവല് കുറഞ്ഞപ്പോൾ
ഈ അത്താണിയായ അവർ വീണ്ടും രാജാക്കന്മാരാകുന്നതും രാജാവിനേക്കാൾ വലിയ രാജാക്കന്മാരാകുന്നതും അലഞ്ഞ് നടക്കേണ്ടി പറഞ്ഞു ഭയങ്കര സെക്യൂരിറ്റിയോടുകൂടി നടക്കുന്നതും ഓണം നമ്മുടെ നിന്ന് വിട്ടുപോയി. ഓണം കാണാൻ മഹാബലി ഓരോ വർഷം വരുമ്പോൾ ഈ ഒരു മഹാബലി ആക്കി തീർത്ത ആ ഒരവസ്ഥ ഇന്ന് കേരളത്തിന് നഷ്ടപ്പെട്ടതു എന്ന് നമുക്ക് തോന്നുന്നു. ചില അപരാധങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാലും ജനങ്ങളിൽ നിന്ന് ആരും ഒറ്റപ്പെട്ടു പോയെന്നോ ജനങ്ങൾ വേർപെട്ടു പോയെന്നോ ജനങ്ങൾ വേറൊന്നായിട്ടിരിക്കുന്നെന്നോ ഒന്നും കരുതേണ്ട കാര്യമൊന്നുമില്ല. ഓരോന്നും അതാതിൻ്റേതായ മഹാബലി കാലത്തെ പോലെ വിട്ടാൽ ഇവിടുത്തെ ഉദ്യോഗസ്ഥ പ്രബുദ്ധമോ രാഷ്ട്രീയ പ്രബുദ്ധമോ ഭൂവുടമ പ്രബുദ്ധമോ ഒന്നും ഇവിടെ ആവശ്യമില്ല. ഇത് മഹാബലിയുടെ നാടാണ്, ഇത് കേരളമാണ്. ഇവിടെ എല്ലാവരും ഒരാളുടെ മറ്റൊരാളെ പിന്താങ്ങുന്ന കൈത്താങ്ങുന്ന കൂടെ നിൽക്കുന്ന കൂടെ ചേർക്കുന്ന നാടാണ്. ഇതാണ് യഥാർത്ഥ ഓണം. ഈ ഓണത്തിന് എല്ലാവിധ സന്തോഷങ്ങളും ഞാൻ നേരേണ്ട ആവശ്യമില്ല. ആ ഓണം എനിക്ക് നേരുന്നതാണ്. ആ എനിക്ക് നേരുമ്പോൾ എനിക്കത് സ്വീകരിക്കുന്നതിനൊരു പരിമിതിയുണ്ട്. അത് കഴിഞ്ഞുള്ളതെല്ലാം തന്നവരിലേക്ക് തന്നെ തിരിച്ചു പോവുകയും അവരെല്ലാവരും ഒരുമിച്ച് ചേർന്ന് അത് ആഘോഷിക്കുകയും ചെയ്യുന്ന ആ ഒരു പൂരകത്വമാണ് യഥാർത്ഥ ഓണപ്പൂരം. ഓണത്തിനെ വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. പല മതങ്ങൾക്കും പല ആഘോഷങ്ങൾക്കുമൊക്കെ പറ്റുന്നത് തന്നെ യഥാർത്ഥമായ അതിൻ്റെ മഹത്വവും യഥാർത്ഥമായ ഉദ്ദേശവും മറന്ന് വെറും ആക്ഷരികമായ ആഘോഷങ്ങളിലേക്ക് വീണു പോകുന്ന ഒരു ജനത. അതിൽ നിന്ന് നമ്മുടെ ദൈവം ഈശ്വരൻ നമ്മൾക്ക് മോചനം തന്ന് വീണ്ടും ഓണത്തിൻ്റെ എല്ലാ സമൃദ്ധിയും ഈശ്വരൻ നമ്മൾക്ക് തന്ന് പരസ്പരം ഓണം ആശംസിച്ച് ഓണത്തിന് അഭിമുഖമായും ഓണത്തിനുപരിയായും ഓണത്തിൽ കൂടിയും ജീവിക്കാൻ സർവേശ്വരൻ നമ്മൾക്ക് കൃപ നൽകട്ടെ.